ഷാനവാസിനോട് ഇവിടെയുള്ള എല്ലാവരോടും മിംഗ്ലിങ് ചെയ്ത് തന്നെ പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഞാനാണ് അവൻ്റെ പിന്നാലെ കൂടി അവനിലൊരു മാറ്റം കൊണ്ടുവന്നത്. ഇതിനിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുക. എന്താ അനീഷ ഇങ്ങനെ? ഷാനവാസ് ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ളൊരു സാധനമാണ് ആ കോയിൻ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഥ പറഞ്ഞ് കിട്ടിയ ഒരു സാധനമാണ് ആ കോയിൻ. അതെനിക്ക് വെറുതെ കളയാൻ പറ്റുമെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ക്യാമറ നമുക്ക് ഷാനവാസ് പറയുന്നുണ്ട്, കൊടുക്ക് ആ ചീപ്പ് ഗെയിം ആണെങ്കിൽ ക്യാമറയിലോട്ട് നോക്കി കൊടുക്കെന്ന് പറയുന്നുണ്ട് ഷാനവാസ്. കുറേ നേരമായല്ലോ ഷാനവാസ് പറയുന്നത് ചീപ്പ് ഗെയിം എന്ന്. ഞാൻ ആ ഗെയിമിൻ്റെ നിലപാടിലല്ല ഇവിടെ നിൽക്കുന്നത്. കുറച്ചൊക്കെ ജീവിതത്തിൽ ഫണ്ണായിട്ട് ജീവിക്കാൻ പഠിക്കുക, മനുഷ്യരോട് സ്നേഹമായിട്ട് പെരുമാറാൻ പഠിക്കുക. എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ദേഷ്യം വെച്ചുള്ള മുഖം വെച്ചുകൊണ്ട് നടക്കരുതെന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. ഞാൻ ആ ഡെമ്മി കോയിൻ ഉണ്ടാക്കിയപ്പോൾ ഷാനവാസ് എന്തിനാ അത് നശിപ്പിച്ചേ? അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ആ നാടകം കളിക്കാൻ കൂട്ടു നിൽക്കത്തില്ല എന്നുള്ളതാണ് ഞാനത് നശിപ്പിച്ചത്. നിനക്കത് നാടകമായിട്ട് തോന്നും, എനിക്കത് നാടകമായിട്ട് തോന്നില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. നീ ഡമ്മി കോയിൻസ് ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചാൽ നിനക്ക് കിട്ടുമെന്നാണോ നിൻ്റെ വിചാരം? കിട്ടാൻ വേണ്ടി തന്നെ അതങ്ങനെ ഞാൻ ചെയ്തത്. ആ സാധനം എടുത്ത ആരാണെന്ന് എനിക്ക് അറിയണം, അനീഷ് പറയുന്നു. നീ എത്ര തവണ എൻ്റെ അടുത്ത് ഡീലുമായിട്ട് വന്നെന്ന് ഷാനവാസിനോട് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചിരിച്ചുകൊണ്ട് പറയണം, അനു 11 കോയിനുമായിട്ട് വന്ന്, ഞാൻ നിന്നോട് 13 കോയിനും കൊണ്ട് വന്ന്, എന്നിട്ട് നീ സമ്മതിച്ചോ? ഇതൊക്കെ തമാശയല്ലേ അനീഷയെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ ലൈവിൽ നല്ല ബഹളമാണ് നടക്കുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട്, ഷാനവാസിനൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഷാനവാസിൻ്റെ കൂടെ അവരുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളായിരുന്നു ഷാനവാസിൻ്റെ കൂടെ. അവരോട് നിന്നിട്ട് നീ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം ഡ്രാമയായിരുന്നു എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട്. അവരോടൊപ്പം നിന്നപ്പോൾ പറഞ്ഞതും നിന്നോടൊപ്പം പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ അങ്ങനെ വേർതിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അനീഷ് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലുള്ള സകല പേരുടെയും അപ്രീതി നേടിയിട്ടാണ് ഞാൻ നിനക്കൊപ്പം നിന്നത്. അപ്പം നിനക്ക് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്നും അനീഷ് പറയുന്നുണ്ട്. എത്ര ഭദ്രമായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എൻ്റെ കോയിനാണ് മോഷ്ടിക്കപ്പെട്ടത്. ഞാൻ ആരുടെയെങ്കിലും ഡ്രോ തുറക്കാൻ പോയിട്ടുണ്ടോ? എൻ്റെ ഡ്രോ തുറന്ന് ആരാണ് ആ കോയിൻ എടുത്തത്? ഞാൻ ആരുടെയെങ്കിലും ഡ്രോവർ തുറക്കാറുണ്ടോ? ഞാൻ ആരുടെയെങ്കിലും കട്ടിലിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റിക്കർ മാന്തി കളയാറുണ്ടോ? എന്തുകൊണ്ടാണ് എൻ്റെ ബെഡിൻ്റെ മുകളിൽ ഒട്ടിച്ച്, ഞാനങ്ങോട്ട് ഒട്ടിച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പം തന്നെ അത് എടുത്ത് കളയുന്നത് ആരാണ്? ഇതൊക്കെ ചെയ്യുന്നതല്ല. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്തത് ഞാനാണോ? നീയും അനുവും കൂടി വന്നിട്ട് എന്തോ ഡീലാണെന്നും പറഞ്ഞത്. അനു പറഞ്ഞ് 11 തരാമെന്ന്. എന്നിട്ട് നീ എന്നോട് പറഞ്ഞ് 1 കുറവാണെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞ്. എന്നിട്ട് 1.5 ദിവസം ഞാനത് ഫണ്ണായിട്ട് കൊണ്ടു നടന്നു. കോയിൻ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അന്നേരം ഷാനവാസിനോട് അനീഷ് പറയുകയാണ്, നീ ഒരു ചതിയനും വഞ്ചകനും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് പറഞ്ഞ്, ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ ഞാൻ മേടിച്ച് വെച്ചതാണ് അത്. നീ ആദ്യം ഒന്ന് ഭൂമിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരുമെന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. നീ ഒരു വിശ്വാസ വഞ്ചകനും ചതിയനുമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. ഇപ്പോൾ ആ കോയിൻ നിൻ്റെ അടുത്തില്ലേന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാണ്, ഈ പ്രശ്നം കൊടുമ്പിരിയുണ്ട്, അപ്പം ആ പ്രശ്നം ഇല്ലാതാക്കാൻ ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ തരാൻ, അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചതാണ് ഇന്ന് എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട്. പിന്നെ നീ ഇങ്ങനെ മുടയും കാണിച്ച് 2 ദിവസം കൊണ്ട് മിണ്ടാൻ നടന്നാൽ ഞാൻ നിനക്ക് തരണോ? 2 ദിവസം കൊണ്ട് ഞാൻ നിൻ്റെ പുറകെ മിണ്ടാൻ വന്നാൽ നീ എനിക്ക് മുഖം തന്നോ? നീ ആദ്യം എൻ്റെ അടുത്ത് മുഖം താ, എന്നോട് സംസാരിക്കുക, അന്നേരം ഞാൻ നിനക്ക് തരും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഷാനവാസ് പറയുന്നതെല്ലാം കേട്ട് നിന്നിട്ട് അനീഷ് ലാസ്റ്റ് പറയുന്നുണ്ട്, ഫണ്ണ് അതിര് കടക്കരുത്.